യേശുക്രിസ്തുവിനാൽ അയക്കപ്പെട്ടിട്ടുള്ള ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. 3 ചിന്തകൾ ഈ ധ്യാനത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. 1. പുറത്ത് പോകുക. പോകുക എന്നത് എപ്പോഴും വലിയ ഒരു ആജ്ഞാപനമാണ്. അധികാരത്തോടുകൂടിയുള്ള അയക്കലാണ്. കർത്താവ് ശിഷ്യന്മാരെ ആത്മീയ ആജ്ഞയാൽ പുറത്തേക്ക് അയക്കുകയാണ്. തൻ്റെ സുരക്ഷാ വലയത്തിൻ്റെ പുറത്തേക്ക്, ശിഷ്യന്മാരുടെ വ്യക്തിപരമായ സുരക്ഷാ വലയത്തിൻ്റെ പുറത്തേക്ക്, അവർക്ക് അറിയാവുന്ന പരിചയമുള്ള മേഖലകളിൽ നിന്നും പുറത്തേക്ക്, അവരുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ അഥവാ ഞാനെന്ന ഭാവത്തിൻ്റെ പുറത്തേക്ക് അവരെ കർത്താവ് അയക്കുകയാണ്. അതാണ് പോകുക എന്ന ഒറ്റ വാക്യം കൊണ്ട് നമുക്ക് വായിച്ചെടുക്കുവാൻ ആകുന്നത്. ഈസി ചെയറിൽ ഇരുന്നു കൊണ്ട് ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ നിനക്ക് ആവുകയില്ല. ക്രിസ്തുവിനെ ആവശ്യമുള്ള ലോകം നമ്മുടെ വാതിൽക്കൽ വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കുവാനും ആവുകയില്ല. മറ്റാരെങ്കിലും മുൻകൈ എടുക്കണമെന്ന പ്രതീക്ഷയിൽ നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൽപ്പനയുടെ സാധിക്കുകയില്ല എന്ന തലം മാത്രമാണ്. എന്നിലേക്ക് വരുന്നതിനെ കാത്തിരിക്കുന്നതല്ല സുവിശേഷവൽക്കരണം. ക്രിസ്തു നിന്നിലേക്ക് വീണ്ടും വരുന്നതിന് മുൻപ് നീ ഇറങ്ങി നടക്കേണ്ട വലിയ സത്യമാണ് സുവിശേഷവൽക്കരണം. മറ്റുള്ളവരെ നേടിയെടുക്കുവാൻ നീ നിന്നെ ഉപേക്ഷിക്കേണ്ടതിൻ്റെ പേരാണത്. അതിനാൽ പോകുക എന്നാൽ ക്രിസ്തുവിന് വേണ്ടി വിശക്കുന്നവരോട് നമ്മുടെ ഹൃദയത്തെയും കണ്ണിനെയും ബോധവൽക്കരിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും മുഖങ്ങളിൽ അവൻ്റെ ശക്തിക്കും കൃപയ്ക്കും വേണ്ടിയുള്ള വിശപ്പ് കാണുകയും ചെയ്യുന്നതാണത്. രോഗവും ക്ഷയവുമുള്ള ഈ സംസ്കാരത്തിൽ പോകുകയെന്നാൽ ക്രിസ്തുവിനെ അറിയേണ്ടവരിലേക്ക് എത്തിച്ചേരുക, അങ്ങനെ അവൻ്റെ രാജ്യം വികസിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്ത ദൗത്യമാണത്. ആദിമ നൂറ്റാണ്ടുകളേക്കാൾ കൂടുതൽ യാത്രകൾ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും മക്കളും മാതാപിതാക്കളും നടത്തുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നാം ക്രിസ്തുവിനെ വഹിച്ചു കൊണ്ടുപോവുകയും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് പരമപ്രധാനമായ ചോദ്യം. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമല്ലേ നമ്മുടെ യാത്രകൾ ഓരോന്നും. പോകുക എന്ന് കർത്താവായ യേശുനാഥൻ നമ്മോട് പറയുമെങ്കിൽ നാം എവിടെ പോകും, എന്തിനു വേണ്ടി പോകും, നാം ധ്യാനിക്കേണ്ടതുണ്ട്. 2. അവനവനില്ലാത്തത് ആരും നൽകുന്നില്ല. നമുക്ക് ലഭിച്ചതിൽ നിന്ന് നൽകണമെന്നാണ് യേശുനാഥൻ്റെ കൽപ്പന. ദാനമായി നിങ്ങൾക്ക് ലഭിച്ചു, ദാനമായി നിങ്ങളത് കൊടുക്കുവിൻ എന്ന്. ദാനമായി ലഭിച്ചതിനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇറങ്ങി നടക്കുവാനുള്ള ആത്മീയ ഉണർവ് നമുക്കുണ്ടാവുകയുള്ളൂ. എല്ലാം എൻ്റെ അധ്വാനത്തിലൂടെ എനിക്ക് അവകാശപ്പെട്ടത് എന്ന ബോധ്യത്തിൽ നാം നിൽക്കുമെങ്കിൽ ഒരിക്കലും അത് നമുക്ക് ദാനമായി നൽകുവാൻ ആവുകയില്ല. ദൈവം നിനക്ക് നൽകിയതൊക്കെയും ദാനമാണെന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നിനക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നൽകുവാനുള്ള മനസ്സോടുകൂടി ഇറങ്ങി നടക്കുവാൻ ആവുകയുള്ളൂ. അപ്പോസ്തലന്മാരെ സ്വന്തം ശക്തിയിലല്ല കർത്താവ് പറഞ്ഞയക്കുന്നത്. യേശുനാഥൻ അവർക്ക് നൽകുന്ന അനുഗ്രഹത്തിലും ദാനത്തിലും ശക്തിയിലും ആണ്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ
ആഹാരത്തിന് അർഹനാണ്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തന്നെ അരപ്പട്ടയിൽ സ്വർണവും വെള്ളിയും ചെമ്പും കരുതുവാൻ വേണ്ടിയാണ്. യാത്ര ചെയ്യുന്നത് തന്നെ നമ്മുടെ സഞ്ചിയും ഭാണ്ഡവും നമ്മുടെ വസ്ത്രങ്ങളും ഒക്കെ ഇരട്ടിയാകുവാൻ വേണ്ടിയാണ്. നമ്മുടെ കഴിവുകളെ ആശ്രയിച്ച് നാം ഇറങ്ങുന്ന യാത്രകൾക്കൊന്നും ക്രിസ്തുവിൻ്റെ മണം ഉണ്ടാവുകയില്ല. ക്രിസ്തുവിൻ്റെ മണമുള്ള വിശ്വാസികളായി മാറാൻ, ക്രിസ്തുവിൻ്റെ മണമുള്ള യാത്രകൾ നടത്തുവാൻ, അങ്ങനെ നമ്മുടെ യാത്രകളിൽ ക്രിസ്തു അനുഭവം മറ്റുള്ളവർ മണത്തറിയുവാനും രുചിച്ചറിയുവാനും ആർജിക്കുവാനുമുള്ള യാത്രകളായി മാറേണ്ടതുണ്ട്. 1, ക്രിസ്തുവിനോടുള്ള അനുസരണം. 2, നമുക്ക് ക്രിസ്തു ദാനമായി നൽകിയിട്ടുള്ള വിശ്വാസം. 3, ക്രിസ്തുവിൽ നാം ഐക്യത്തോടുകൂടി നിലകൊള്ളേണ്ട ആവശ്യകത. ഈ തലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ യാത്രയിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട്. 3-മതായി പരാജയങ്ങളും നിരാശകളും. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്തംഭനാവസ്ഥയിലെത്തുമ്പോൾ അത് അതിൽ തന്നെ നമ്മുടെ ദൗത്യത്തിൻ്റെ ആധികാരികതയുടെ അഭാവത്തിൻ്റെ ലക്ഷണമല്ലെന്ന് ക്രിസ്തു സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഫലങ്ങൾ മറ്റുള്ളവരുടെ സ്വതന്ത്ര ഇച്ഛാ തിരഞ്ഞെടുപ്പുകളുമായും അതുപോലെ പ്രത്യക്ഷമായ വന്ധ്യത ദൈവത്തിൻ്റെ രക്ഷയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായ ഒരു പദ്ധതിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ആത്മീയ യാത്രയിൽ നിശ്ചയമായും പരാജയങ്ങൾ ഇല്ല. അഥവാ പരാജയങ്ങൾ എന്നത് ആത്മീയ വിജയത്തിൻ്റെ ദൈവ പദ്ധതിയുടെ ഭാഗങ്ങൾ മാത്രമാണ്. നീ നൽകേണ്ടതിനെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാകുന്നതാണ് യാത്രയുടെ വിജയം. നീ നൽകുന്നത് നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതും യാത്രയുടെ വിജയം തന്നെയാണ്. നീ നൽകിയതിനെ സ്വീകരിക്കേണ്ട വ്യക്തി സ്വീകരിക്കാതിരിക്കുന്നത് നിന്റെ പരാജയമല്ല, ആ വ്യക്തിയുടെ പരാജയമാണ്. സുവിശേഷ യാത്രയുടെ ആകെയുള്ള അന്തസത്ത ക്രിസ്തു നൽകിയ സമാധാനമാണ്. ആ സമാധാനം നൽകുക എന്നത് തന്നെയാണ് ഏറ്റവും വലുത്. സുവിശേഷം മുഴുവനും ഈ സമാധാനത്തിൻ്റെ ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സുവിശേഷ ദൗത്യവും കത്തോലിക്ക വിശ്വാസി എന്ന ദൗത്യവും ഇതിലേക്ക് തന്നെയാണ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയരെ, നമുക്ക് ക്രിസ്തു സമാധാനത്തിൻ്റെ വക്താക്കളായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.